ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റീസ് ആയിട്ടാണ്. സ്റ്റിച്ച് ചെയ്ത യോക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത നൈറ്റികളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ഇങ്ങനെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, നൈറ്റീസൊക്കെ കാണിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് റണ്ണിങ് മെറ്റീരിയൽസൊക്കെയാണ് കാണിക്കുന്നത്. ഈ നൈറ്റീസിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഇതാണ് ആദ്യത്തെ നൈറ്റി. ഇതെല്ലാം ഇവിടെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഹെൽപ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റീസിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് താമസം വരുന്നത്. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ എംബ്രോയ്ഡറി വരുന്നത്. ഇതൊരു വീനക്കാണ്. വീനക്കിൽ നമ്മളിങ്ങനെ ഇവിടെ ഒരു ത്രെഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ നൈറ്റിയാണിത്. പ്ലെയിൻ ബ്ലാക്കിലാണ് ഈ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. അതിലൊരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കോമ്പിനേഷനിലാണ് ഈ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. കാണാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ പ്ലീറ്റഡ് ആണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഫ്രണ്ടിൽ ഇതിന് ഓപ്പണിംഗ് ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ എംബ്രോയ്ഡറി ഒന്നും പുറകുവശത്ത് കാണുമൊന്നുമില്ല. നമ്മൾ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. 780 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ്. എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തൊരു ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇത് പഠിച്ച് ഇത് ചെയ്യുവാണ്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ എനിക്കുണ്ട്. അതിലെല്ലാവരോടും വളരെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് എൻ്റെ നൈറ്റീസ് ഇഷ്ടപ്പെടുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ഒരു പീക്കോക്ക് ഗ്രീൻ കളറിൽ, പീക്കോക്ക് ബ്ലൂ ആണ് ഇതൊരു കളറിൽ. ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലാണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. ഞാൻ തൃശ്ശൂരാണ്, ഇസ്ഫോർട്ടാണ്. ഇത് ഓൺലൈൻ സ്റ്റോർ മാത്രമാണ്, ഷോപ്പൊന്നുമല്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് കൊണ്ടാണ് ഈ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലൈറ്റ് പീച്ചും ഡാർക്ക് പിങ്കും ലൈറ്റ് റോസും ഒക്കെ ആയിട്ടുള്ള കളർ കൊണ്ട് മിക്സ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലീവ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. നെക്ക് പോർഷനിൽ ഒരു ത്രെഡ് എംബ്രോയ്ഡറി. ഇതൊരു മെഷീനും കൊണ്ട് ചെയ്യുന്നതാണ്. ഇത് ഹാൻഡ് വർക്കല്ല, ഇത് ഹാൻഡ് വർക്കാണ്. ചെയ്തിട്ടുണ്ട്. യൂനെക്കാണ്, ഫ്രണ്ടും ബാക്കും യൂനെക്കാണ്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. ഇതിനൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ഇതിൻ്റെ റേറ്റ് 780. ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. അടുത്തത് കാണിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. കളറ് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ. അതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിങ്ങനെ ഈ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. ഇത് എലൈൻ നൈറ്റിയാണ്. ഇത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ സെൻഡ് ചെയ്യുള്ളൂ. ഇപ്പോഴേ എല്ലാം പറഞ്ഞാൽ നമുക്കൊരു പിന്നെയും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയും. ഇത് വീനക്കാണ്. ഇതിൻ്റെ ഒരു 40 ചെസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. റെഡും റോസും ഒക്കെ കളറായിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. അടുത്ത് കാണിക്കുന്നത് പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റികളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് ആദ്യത്തേത്. ഇത് വൈറ്റിലാണ് ഈ പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇതിലൊരു ഡാർക്ക് പീച്ച് കളറാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വള്ളി പോലത്തെ ഒരു പ്രിൻ്റ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മുഴുവനും നമ്മളൊരു ഹക്കോബ പീസ് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ബുള്ളിയൻ റോസാണ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്.
ഇതിന് ഫ്രണ്ട് പോർഷനിൽ ഓപ്പണിംഗ് ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്, വൈറ്റിൽ കുഞ്ഞ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോളർ പാറ്റേൺ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സ്റ്റിച്ചിങ് നന്നായിരിക്കും. നമുക്ക് സാധാരണ കോളർ ഇല്ലാതെ തന്നെ ഉള്ള ഒരു വൃത്തിയുള്ളൊരു പാറ്റേൺ ആണിത്. ഇതിൻ്റെ റേറ്റ് 690 ആണ്. അതിൻ്റെ തന്നെ വേറൊരു കളറ് ബ്ലൂവിൽ, ഡാർക്ക് ബ്ലൂവിൽ ചെറിയൊരു ഡിസൈൻ തന്നെയാണ്, റെഡും ഓഫ് വൈറ്റും ഒക്കെ ഉള്ളൊരു ഡിസൈൻ. അതിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നമ്മൾ ഹക്കോബ പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിൽ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതിന് ഹക്കോബയ്ക്കൊക്കെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെ പ്ലീറ്റഡ് ആയിട്ട് കുരു എന്നുള്ള പ്ലീറ്റാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ നൈറ്റിയും. 690. അടുത്ത് നമ്മൾ ആദ്യം കാണിച്ച വൈറ്റിൻ്റെ തന്നെ വേറൊരു കളറാണ്. വൈറ്റിൽ ഒരു യെല്ലോ കളറ്, ഡാർക്ക് യെല്ലോ കളറ്, ഒരു ഓറഞ്ചിനോട് അടുത്ത കളറാണ്. ഇതിൻ്റെ നെക്ക് വീനക്കാണ്, വീനക്കിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതിനോട് മാച്ച് ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനും 690. ഇനി നമ്മൾ കാണിക്കുന്ന ഒരു എലൈനാണ്. ഇത് നമ്മൾ വേറൊരു പാറ്റേൺ ആണ്, ഒരു ലേസ് പാറ്റേൺ ആണ്. പോൾക്കാ ഡോട്ട്സ് ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലേസ്. വി നെക്കിൽ ഇങ്ങനെ ലേസ് കൊടുത്തിട്ട് സ്ലീവിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എലൈനാണ്. ഇതിൻ്റെ റേറ്റ് 440 ആണ്. അടുത്തത് അതേപോലെ തന്നെ വി നെക്ക് പാറ്റേണിൽ വരുന്ന ഒരു നൈറ്റിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബാട്ടിക് പ്രിൻ്റാണ് ഫ്രണ്ടിൽ യോക്ക് പോർഷൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് വീനക്ക് താഴെ ഭാഗത്തേക്ക് ബ്ലാക്ക് പ്ലെയിൻ ആണ്. ഇത് നമുക്ക് ചുരിദാർ ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നണം. അതേപോലെയുള്ള ഒരു നൈറ്റിയാണ്. നൈറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോം വെയർ ആണ്. ഇതിനൊരു ടൈയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു 40 ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയും റേറ്റ് 440 ആണ്. അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു എലൈൻ നൈറ്റിയാണ്, പ്രിൻ്റഡ് ആയിട്ടുള്ള എലൈൻ നൈറ്റിയാണ്. ഇതിൻ്റെ നെക്ക് പോർഷനിൽ വി നെക്കാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു കോളർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നല്ലൊരു ഡാർക്ക് പിങ്കും വൈറ്റും ലൈറ്റ് റോസും ഒക്കെ ഉള്ള ഒരു സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിന് 690. അടുത്തത് ഒരു ബ്ലാക്കിലാണ് വരുന്നത്. ബ്ലാക്കിൽ നല്ലൊരു മാംഗോ മോട്ടീവ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നെക്കിൻ്റെ 2 പോർഷനിലുമാണ് ഈ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഒരു പീസ് വെച്ചിട്ട് 2 ഭാഗത്തും ലേസും അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നെക്ക് റൗണ്ട് നെക്കാണ്, ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്. 690. അടുത്തത് റെഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. റെഡിലാണ് ഈ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത്. റെഡിൽ ഓഫ് വൈറ്റ്, ആഷ്, ബ്ലാക്ക് ഒക്കെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. റൗണ്ട് നെക്ക് വെച്ച് 2 ഭാഗത്തും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് ഫ്രണ്ട് ഓപ്പൺ, ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം നമ്മൾ ഇങ്ങനെ ഈ കോളർ വെച്ചതിൻ്റെ ഈ എംബ്രോയിഡറി ഒന്നും പുറകുവശത്തേക്ക് കാണുന്നില്ല. എല്ലാ നൈറ്റി ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. ഒന്നും നമുക്ക് ഈ നൈറ്റി മേത്ത് കുത്തൊന്നുമില്ല. ഇത് വാങ്ങി ഒരുപാട് പേരുണ്ട്. അവർ ഇതറിയാവുന്ന കാര്യമാണ്. നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 690. അടുത്തതും ഒരു പ്രിൻ്റഡിൽ വരുന്ന ഒരു നൈറ്റിയാണ്. ഇതൊരു ഡാർക്ക് പീച്ച് കളറാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. അതിൽ യെല്ലോ ഓഫ് വൈറ്റ് ഡിസൈൻ കളറുള്ളൊരു ചെറിയ ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മളിങ്ങനെ കോളർ വെച്ചിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. എംബ്രോയിഡറി ഒന്നും പുറകെ കാണുന്നില്ല. നല്ല പ്ലീറ്റുകൾ ഇട്ടിട്ടുണ്ട്.
ഫ്രണ്ട് ഓപ്പൺ ആണ്, ഫ്രണ്ട് ബാക്കും പ്ലീറ്റഡ് ഉണ്ട്. 690 ആണ് റേറ്റ് വരുന്നത്. എല്ലാം പ്യുവർ കോട്ടൺ ആണ്, കാണിക്കുന്ന എല്ലാ നൈറ്റിയും പ്യുവർ കോട്ടൺ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. നല്ല നല്ല കളക്ഷൻസ് ഇനിയും കാണിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കിൽ വരുന്ന ഒരു നൈറ്റിയാണ്. നല്ല ഒരു സ്റ്റാർ, കുഞ്ഞു സ്റ്റാറാണ് ഇതിലെ ഒരു ഡിസൈനിങ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ്, ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി. ഈ കളറിനോട് ചേർന്ന എംബ്രോയിഡറി ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എല്ലാത്തിൻ്റെയും ഈ കോളറിൻ്റെ ചുറ്റും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 690. അടുത്തതൊരു കലങ്കാരി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മാംഗോ മോട്ടീവ്സ് പോലത്തെ ഉള്ള ഒരു ഡിസൈനാണ് ഇത്. ഡാർക്ക് ഗ്രീനാണ് ഈ കളറ്. ഡാർക്ക് ഗ്രീനിൽ ഒരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് കാണാനായിട്ട്. ഡിസൈൻ ഇതിൽ വന്നേക്കുന്ന ഡിസൈൻ. പിന്നെ ഇതിൽ കോളർ അറ്റാച്ച് ചെയ്ത് നമ്മൾ ആ ഒരു കളർ കൊണ്ട് തന്നെ ഇതിൻ്റെ യോക്ക് പോർഷൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു നൈറ്റിയാണ്, നല്ലൊരു കളറാണ്, ഡാർക്ക് കളറും അതിൻ്റെ ഡിസൈനും. അടുത്തത് റെഡിൽ വന്നിട്ടുള്ളതാണ്. റെഡിൽ ഇങ്ങനെ ഒരു അജ്രക് പ്രിൻ്റ് പോലെ വരുന്നൊരു ഡിസൈനാണ്. ഇതും ഫ്രണ്ട് ബാക്ക് പ്ലീറ്റഡ് ആണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത്. 690 ആണ് റേറ്റ് വരുന്നത്. നല്ല തിക്നെസ്സുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അടുത്തത് ഡാർക്ക് പീച്ചിൽ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഇതിൻ്റെയും ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്. നല്ലൊരു കളറാണിത്, ഡാർക്ക് പീച്ച് കളറ്, എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇങ്ങനെ യോക്ക് അറ്റാച്ച് ചെയ്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. ബുള്ളിയൻ റോസ് ആണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ്, ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ കളക്ഷൻ. ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം. എന്നിട്ട് അതെല്ലാം ഓക്കെ ആകുന്നവർ മാത്രം പർച്ചേസ് ചെയ്താലും മതി. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എല്ലാവരും എന്തായാലും വാട്സപ്പ് ചെയ്യുമ്പോൾ എല്ലാം ചോദിക്കുക, അപ്പം ഞാൻ എല്ലാം പറഞ്ഞു തരുന്നതാണ്. താങ്ക്